മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടി ആരാണ് അല്ലെങ്കിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് വ്യത്യസ്തമായ പേരുകളായിരിക്കും. പഴയകാല നടിയായ ശാരദ മുതൽ ശോഭനയിലൂടെ മഞ്ജു വാര്യരിലൂടെ കടന്നുപോകുന്ന പല പേരുകളും കേൾക്കാൻ കഴിയും. എന്നാൽ ഉർവശി എന്ന നടിക്ക് വെല്ലുവിളി ഉയർത്താൻ മാത്രം അഭിനയ മികവുള്ള ഒരു നടിയും ഇന്നേവരെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ സിനിമകളിൽ തിളങ്ങിയതിനു ശേഷം വിവാഹത്തിന് ശേഷം വല്ലാത്തൊരു മാറ്റം വന്ന ഉർവശിയെ നമ്മൾ കണ്ടതാണ്. പൊതുസ്ഥലത്ത് കാറിൽ വന്നിറങ്ങി ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരെ കണ്ടിട്ടുണ്ട്. കടുത്ത മദ്യപാനിയാണ് നടിയെന്ന് പലരും വിധിയും എഴുതി. ആ കാലത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഉർവശി. രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഉർവശി. തൻ്റെ ആദ്യ വിവാഹ ജീവിതത്തിലെ മോശം അനുഭവങ്ങളും മദ്യപാനശീലം തൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചുവെന്നും തുറന്ന് പറയുകയാണ് അവർ. ഭർത്ത വീട്ടിൽ ജീവിക്കേണ്ടവെന്ന രീതിയിലാണ് തൻ്റെ കുടുംബം തന്നെ വളർത്തിയതെന്നും ആദ്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് താൻ മദ്യപാനം ശീലിച്ചതെന്നും അവർ പറയുന്നു. വിവാഹം സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തത് കൊണ്ട് അത് നല്ലതാണെന്ന് വീട്ടുകാരെ കാണിക്കാൻ ഒരുപാട് വാശി പിടിച്ചെന്നും ഉർവശി പറയുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ മദ്യപിക്കുന്നതിൻ്റെ അളവ് കൂടി വന്നു. അതിനനുസരിച്ച് ആരോഗ്യം മോശമായി, ഉറക്കം നഷ്ടപ്പെടുകയും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. സുഹൃത്തുക്കളും പേഴ്സണൽ സ്റ്റാഫുമൊക്കെ ചേർന്നാണ് തന്നെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിച്ചതെന്നും ഉർവശി പറയുന്നു. വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്ത തരം ചിട്ടകളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വളരെ ഫോർവേഡായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണവും ഡ്രിങ്ക്സും എല്ലാം കഴിക്കും. അച്ഛനും അമ്മയും മക്കളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പങ്കുവെക്കുന്നവരാണ്. വളരെ ഹാപ്പിയായി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാണ്. അവിടേക്ക് ചെന്നപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. ഇങ്ങനെയൊക്കെ സാധ്യമാണോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് അതുമായി പൊരുത്തപ്പെട്ടു പോകാനാണ് ശ്രമിച്ചത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വയറ്റിപ്പിഴപ്പിനായി ജോലിക്ക് പോവുകയും വേണം. അങ്ങനെ ഞാൻ മറ്റൊരാളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയിരുന്നു. എനിക്ക് ഇതൊന്നും പറയാനും ആരുമില്ലായിരുന്നു. കാരണം ഞാൻ സ്വയം എടുത്ത തീരുമാനമായിരുന്നു ഈ വിവാഹം. അതിൽ പ്രശ്നങ്ങളില്ലെന്ന് എൻ്റെ വീട്ടുകാരെ കാണിക്കാൻ ഒരുപാട് ശ്രമിച്ചു. വാശി പിടിച്ചിരുന്നു. എല്ലാം അറിയുന്ന ആൾ കലച്ചേച്ചിയായിരുന്നു. ചേച്ചിയും ശരിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും നമ്മൾ വേറെ ഒരാളായി മാറിയിരുന്നു. നമ്മൾ കുഴിയിലേക്ക് വീണുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീദേവി മാഡത്തെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് തളർന്നു വരുമ്പോൾ അവർക്ക് റിലാക്സ് ആകാൻ ഡ്രിങ്ക്സ് കൊടുക്കുമെന്ന്. ഹെവിയായി ജോലി എടുക്കുന്നതിനാൽ അത് കൊടുത്താണ് അവരെ പിടിച്ച് നിർത്തിയതെന്ന് അവരോടൊപ്പം അഭിനയിച്ച രാധയെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നടി കുട്ടി പത്മിനിയും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡ്രിങ്ക്സ് കഴിക്കുന്നത് കൂടുന്നതിന് അനുസരിച്ച് ആരോഗ്യം മോശമാവുകയും ചെയ്തു. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. എന്നാലും കുറേ നാൾ മദ്യപാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു. പിന്നെ ചുറ്റുപാടെല്ലാം മറന്നുപോകും. ആരോഗ്യ പ്രശ്നങ്ങളായി. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും പേഴ്സണൽ സ്റ്റാഫും ചേർന്ന് എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. മറുഭാഗത്ത് നിന്ന് വന്ന വിശദീകരണങ്ങളൊന്നും ശരിയായ രീതിയിലായിരുന്നില്ല. നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. 85 മുതൽ 95 വരെ മലയാള സിനിമയിൽ ആക്റ്റീവായി നിന്ന ഉർവശി എന്താണെന്ന് ഇവിടെയുള്ളവർക്കറിയാം. എൻ്റെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അതറിയാം. അത് കഴിഞ്ഞുള്ള എൻ്റെ മാറ്റത്തിൻ്റെ കാരണവും വളരെ വ്യക്തമാണ്. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു നിയോഗമുണ്ടായിരുന്നു. എൻ്റെ മകൾ ഇങ്ങനെ രണ്ടുപേരുടെ മകളായി ജനിക്കണം എന്നത്. അത് ദൈവം തീരുമാനിച്ചതാണ്. ആ നിയോഗമെല്ലാം പൂർത്തിയായി. ഇപ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്നേയില്ല എന്നാണ് ഉർവശി പറയുന്നത്. 8ാമത്തെ വയസ്സിൽ മലയാളത്തിലെ കുട്ടികളുടെ ചിത്രമായ വിടരുന്ന മുട്ടുകൾ എന്ന ചിത്രത്തിലെ തീർത്തും അപ്രധാനമായ ഒരു വേഷത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ഉർവശി വരുന്നത്. 1983 ഭാഗ്യരാജിൻ്റെ നായികയായി മുന്താണൈ മുടിച്ചു എന്ന ചിത്രത്തോടെ സിനിമയിൽ സജീവമായി. 1984 പുറത്തിറങ്ങിയ എതിർപ്പുകൾ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തത്. അന്നു മുതൽ ഇന്ന് വരെ സിനിമകൾ എത്ര മോശമായാലും തൻ്റെ റോൾ ഒട്ടും മോശമാക്കാത്ത ഒരേയൊരു നടി ഉർവശി മാത്രമാണെന്ന് പറയേണ്ടി വരും. ഈയിടെ നായിക പ്രാധാന്യമുള്ള റോളിൽ വന്ന ഉള്ളൊഴുക്കുകൾ എന്ന സിനിമയും അതിന് നല്ലൊരു ഉദാഹരണമാണ്.